വെൽക്കം ടു യശോദ് ഹെജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഡേ 9 ടൈം ടേബിളിൽ മോർഫോളജി ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ബയോളജിയിൽ. ഇന്ന് നമുക്ക് ഇക്കോ സിസ്റ്റംസ് നോക്കാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്കോ സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ വരുന്നത് +2 ബയോളജിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേയധികം ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ഇക്കോ സിസ്റ്റം? ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലിവിങ് ഓർഗാനിസം ആൻഡ് ദ നോൺ ലിവിങ് എൻവറോൺമെൻറ്റ് ഈസ് കോൾഡ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ലിവിങ് ഓർഗാനിസവും അവരുടെ നോൺ ലിവിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റും കൂടെ ചേർന്നതാണ് ഇക്കോസിസ്റ്റം. ഇത് രണ്ടും തമ്മിൽ, അതായത് ബയോട്ടിക്കും നോൺ ബയോട്ടിക്കും ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷനെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ നോക്കാം. ഇൻട്രാക്ഷൻ ഓഫ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ് റിസൾട്ട്സ് ഇൻ എ ഫിസിക്കൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം. ഓക്കെ, ഓരോ ടൈപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, അതിൽ നിന്ന് വരുന്ന ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ് ഓരോ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഗീവ്സ് ഇറ്റ്സ് സ്പീഷീസ് കമ്പോസിഷൻ. ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. അതിനുള്ളിലെ പ്ലാന്റ് ആനിമൽ സ്പീഷീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടും, അല്ലേ? സ്പീഷീസ് കമ്പോസിഷൻ കിട്ടും. അടുത്തത് സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓക്യുപ്പൈയിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഈസ് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്: വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓക്യുപ്പൈയിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഈസ് കോൾഡ്. ഓരോ ട്രോഫിക് ലെവൽസിൽ പോകുന്തോറും എന്താണ്, വെർട്ടിക്കലായിട്ടുള്ള സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിനെ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത്, ദ കമ്പോണൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം ആർ സീൻ ടു ഫങ്ഷൻ ആസ് എ യൂണിറ്റ്. ഇക്കോസിസ്റ്റത്തിലെ കമ്പോണൻസ്, അതായത് ഇക്കോസിസ്റ്റത്തിൽ പല പല കമ്പോണൻസ് ഉണ്ട്, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ഫങ്ഷൻ പ്രോപ്പർ ആവത്തുള്ളൂ. സോ അതിലെ ഓരോ കമ്പോണൻസിനെയും നമുക്ക് പറയാം. ഒന്നാമത് വരുന്നത് പ്രൊഡക്ടിവിറ്റി, രണ്ടാമത്തെ കമ്പോണൻറ്റ് ഡീകമ്പോസിഷൻ, മൂന്നാമത്തെ കമ്പോണൻറ്റ് എനർജി ഫ്ലോ, നാലാമത്തെ കമ്പോണൻറ്റ് ന്യൂട്രിയൻറ്റ് സൈക്കിൾ. ഓക്കെ, സോ കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻറ്റ് സൈക്കിൾ. അപ്പോൾ ആദ്യം ഡിസ്ക്രിപ്ഷൻ ഓഫ് പോണ്ട് ആസ് ആൻ ഇക്കോസിസ്റ്റം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്, പിന്നെ കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം പറഞ്ഞു, എന്താണ് പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ദെൻ ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ്. പിന്നെ ഇവിടെ ഒരു പോണ്ട് ആസ് ആൻ ഇക്കോസിസ്റ്റം പറയുന്നുണ്ട്. എ പോണ്ട് ഈസ് എ ഷാലോ വാട്ടർ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. The abiotic components include all dissolved inorganic and organic substances and the rich soil deposit at the bottom of the pond. പോണ്ട് എന്ന് പറയുമ്പോൾ, പോണ്ട് എന്നുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയായിരിക്കും? അതിൽ ഇനോർഗാനിക്, ഓർഗാനിക് സബ്സ്റ്റൻസസും, പിന്നെ താഴെ ഏറ്റവും ബോട്ടത്തിലായിട്ട് റിച്ച് സോയിൽ ഡെപ്പോസിഷൻ ഉണ്ടാവും. സോ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അബയോട്ടിക് കമ്പോണൻസ് ഉണ്ടാവുന്നത്. പിന്നെ ദ സോളാർ ഇൻപുട്ട്, സൈക്കിൾ ഓഫ് ടെമ്പറേച്ചർ, ഡേ ലെങ്ത് റെഗുലേറ്റ്സ് ദ റേറ്റ് ഓഫ് ഫങ്ഷൻ ഓഫ് ദി എൻറ്റയർ പോണ്ട്. ആ ഒരു ഫുൾ പോണ്ടിൻ്റെയും ഫങ്ഷനിങ് നടക്കുന്നത് എത്ര ലൈറ്റ് എനർജി അങ്ങോട്ട് കിട്ടുന്നു, എന്താണ് ടെമ്പറേച്ചർ, ഡേ ലെങ്ത്തിൻ്റെ ടൈം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് പോണ്ടിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. ദ പ്രൊഡ്യൂസർ, ഇവിടുത്തെ പ്രൊഡ്യൂസർ ആരാണ്? ഈ ഒരു പോയിന്റ് നോക്കുക. ദ പ്രൊഡ്യൂസർ, അതായത് ഓട്ടോട്രോഫിക് ആയിട്ടുള്ളവർ ആരാണ്? ഇൻക്ലൂഡ്സ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് ഇവിടെ. അതായത് നമ്മൾ ലാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും, അല്ലേ? നമ്മൾ പ്ലാന്റ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ വാട്ടർ ബോഡീസ് എടുക്കുകയാണെങ്കിൽ, വാട്ടർ ഇക്കോസിസ്റ്റം മെയിൻലി ഇപ്പോൾ നമ്മൾ പോണ്ട് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. അതായത് ഓക്കെ, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചേരുന്നത്? ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, സം ആൽഗെ ആൻഡ് ദി ഫ്ലോട്ടിംഗ് സബ്മർജ്ഡ് ആൻഡ് മാർജിനൽ പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ എഡ്ജ് ഓഫ് പോണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, അതായത് ഫ്ലോട്ടിങ്ങിൽ കിടക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ടവർ. അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, ദെൻ കുറച്ച് ആൽഗെ, പിന്നെ ഫ്ലോട്ടിങ്, അല്ലെങ്കിൽ ഒന്നുകിൽ പൊങ്ങി കിടക്കുക അല്ലെങ്കിൽ പകുതി താണിട്ട് സബ്മർജ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മാർജിനൽ ആയിട്ടുള്ള പ്ലാന്റ്സ്, ഇവരെല്ലാം കൂടിയാണ് എന്തായിട്ട് വരുന്നത്? നമ്മളിപ്പോൾ ഒരു പോണ്ടിന് ഒരു ഇക്കോസിസ്റ്റം ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ പ്രൊഡ്യൂസറിൽ വരുന്നത്. ഇനി ഇവിടുത്തെ കൺസ്യൂമേഴ്സ് ആരാണ്? കൺസ്യൂമേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ
സൂ പ്ലാങ്ക്ടൺ. സൂ പ്ലാങ്ക്ടൺ എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ ആനിമൽ ലൈക്ക് സ്പീഷീസ് ആണ്. ദെൻ ഫ്രീ സ്വിമ്മിങ് ആൻഡ് ബോട്ടം ഡ്വെല്ലിംഗ് ആനിമൽസ്. ഫ്രീ ആയിട്ട് സ്വിം ചെയ്യുന്ന നമ്മളെ ഫിഷസും പിന്നെ ബോട്ടത്തിൽ മാത്രം ഡ്വെൽ ചെയ്ത് കാണുന്ന ആനിമൽസും. സോ ഇവരെല്ലാവരും ആണ് പോണ്ടിൽ കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്നത്. ഡീകമ്പോസേഴ്സ് ആരായിരിക്കും? ഫംജൈ ബാക്ടീരിയ എസ്പെഷ്യലി അബണ്ടന്റ് അറ്റ് ദി ബോട്ടം ഓഫ് ദി പോണ്ട്. ഫംഗസും ബാക്ടീരിയയൊക്കെയാണ് ഇവിടുത്തെ ഡീകമ്പോസേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ ബേസിക് ഇവൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻ ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിലെ ഇവൻറ്റ്സ് നോക്കാം. ഒന്ന്, കൺവേർഷൻ ഓഫ് ഇനോർഗാനിക് ഇൻ ടു ഓർഗാനിക് മെറ്റീരിയൽ ബൈ പ്രൊഡ്യൂസേഴ്സ്. അല്ലേ, നമ്മളെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പങ്ക് എന്താണ്? അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുമല്ലേ, ലൈറ്റ് എനർജീനെ സ്വീകരിച്ചിട്ട് ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഓർഗാനിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നവരാണ് പ്രൊഡ്യൂസേഴ്സ്. സോ ഈ ഒരു ഇവന്റ് എന്തിൽ നടക്കുന്നുണ്ട്? ഒരു ഇക്കോസിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. രണ്ടാമത് നടക്കുന്നത് കൺസംഷൻ ഓഫ് ദി ഓട്ടോട്രോഫ്സ് ബൈ ഹെറ്ററോട്രോഫ്സ്. ഈ ഓട്ടോട്രോഫ്സിനെ ഭക്ഷിക്കുന്ന ആരുണ്ടാവും? ഹെറ്ററോട്രോപ്സ് ഉണ്ടാവും. ദെൻ മൂന്നാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ആൻഡ് മിനറലൈസേഷൻ ഓഫ് ദി ഡെഡ് ഓർഗാനിക് മാറ്റർ ടു റിലീസ് ദം ബാക്ക് ഫോർ റീയൂസ് ബൈ ദി ഓട്ടോട്രോഫ്സ്. എന്നിട്ട് എന്താണ് എന്താണ് ഇവിടെ പിന്നെ ഒരു ഡീകമ്പോസിഷനും മിനറലൈസേഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷനും മിനറലൈസേഷനും ഒക്കെ നടക്കും. അതിൽ നിന്ന് എന്താണ് ഈ ഓർഗാനിക് മാറ്ററിനെ തിരിച്ച് എന്തായിട്ട് ആ ഒരു ഓട്ടോട്രോഫ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസ് ആക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ നാലാമത് ഇവിടെ നടക്കുന്ന എന്താണ്? there is unidirectional flow of energy towards the higher trophic levels and its dissipation and loss as heat to the environment. പിന്നെ ഇവിടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. എനർജി ഫ്ലോ എങ്ങോട്ടാണ്? ഫ്രം പ്രൈമറി ട്രോഫിക് ലെവൽ ടു എന്താണ് സെക്കൻഡറി, ടെർഷ്യറി, അങ്ങനെ മുകളിലോട്ടുള്ള ട്രോഫിക് ലെവൽസിലോട്ട്, ഹയർ ട്രോഫിക് ലെവൽസിലോട്ട് എനർജി ഫ്ലോ നടക്കുന്നുണ്ട്. യൂണി ഡയറക്ഷനിലാണ്, ഒറ്റ ഡയറക്ഷനിൽ നടക്കുന്നതാണ്. മാത്രമല്ല എനർജി മാത്രമല്ല, പിന്നെ എന്തും കൂടി നടക്കുന്നുണ്ട്? കുറച്ച് എനർജീനെ ഹീറ്റായിട്ടും കൺവേർട്ട് ചെയ്ത് എൻവിറോൺമെൻറ്റിലോട്ട് വിടുന്നുണ്ട്. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റത്തിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പറഞ്ഞത് പ്രൊഡക്ടിവിറ്റിയാണ്. പ്രൊഡക്ടിവിറ്റിയിലെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണ്? ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ടേംസ് പറയുന്നുണ്ട്. സോ അതിലാണ് നമ്മളിപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ, ഒരു എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ബയോമാസിന്റെ എമൗണ്ട് ആണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എങ്ങനെയാണ്? പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ്. ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബയോമാസിൻ്റെയോ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെയോ എമൗണ്ട് എത്രയാണ് ത്രൂ എന്താണ് ഫോട്ടോസിന്തസിസ് വഴി, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ബയോമാസിൻ്റെ എമൗണ്ട് ആണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വെയ്റ്റ്. വെയ്റ്റിൻ്റെ ടേമിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനർജിയുടെ ടേമിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിൻ്റെ റേറ്റിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. ഇനി നമ്മുടെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി വരുന്നുണ്ട്. അതിന് മുമ്പിലായിട്ട് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി GPP, രണ്ടാമത്തേത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി NPP. സോ GPP എന്താണ്? GPP ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഒരു ഇക്കോസിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഫോട്ടോസിന്തസിസ് വഴി എത്ര ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന് മൊത്തത്തിൽ പറയുന്നതാണ്, ആ റേറ്റ് ഓഫ് പ്രൊഡക്ഷനെ പറയുന്നതാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണ്? എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഇൻ റെസ്പിറേഷൻ. പ്ലാന്റ്സ് കുറച്ച് എനർജീനെ അവരുടെ റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യും. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ലോസസ്. അപ്പോൾ ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് അതിൽ നിന്ന് ഈ റെസ്പിറേറ്ററി ലോസസിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ GPP മൈനസ് R ഇസ് ഈക്വൽ ടു എന്ത്? NPP. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ദി അവൈലബിൾ ബയോമാസ് ഫോർ ദി കൺസംഷൻ ടു ഹെറ്ററോട്രോഫ്സ്. ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുമ്പോൾ ഹെർബിവോർസ് ആവാം, ഡീകമ്പോസേഴ്സ് ആവാം. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ബയോമാസിന്റെ അളവാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി
പ്രൊഡക്ടിവിറ്റി കഴിഞ്ഞു. ഇനി സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണ്? ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ ദി കൺസ്യൂമർ. ഓക്കെ, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമറിൽ നിന്നും ഉണ്ടായി വരുന്ന ഓർഗാനിക് മാറ്ററിന്റെ റേറ്റ്. ഓക്കെ, സോ ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ ദി കൺസ്യൂമർ ഈസ് നോൺ ആസ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ടേം ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൊഡക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡീകമ്പോസിഷനിൽ പോകാം. ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ഇക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി, പ്രൈമറിയും സെക്കൻഡറിയും പറഞ്ഞു. അടുത്ത കമ്പോണന്റ് ആണ് ഡീകമ്പോസിഷൻ. നോക്കാം. എർത്ത് വേം ഉണ്ടായിരിക്കുമല്ലോ. എർത്ത് വേമിനെ അറിയാമല്ലോ, ഫാർമേഴ്സ് ഫ്രണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് എർത്ത് വേം, മണ്ണിര. ഇവരുടെ പ്രത്യേകത, ഇവരുടെ ജോലി എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ദ കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ. ഇവർ ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ചെറിയ ചെറിയ അവരെന്ത് ചെയ്യും, അതിനെ കട്ട് ചെയ്ത് വിടും, ബ്രേക്ക് ചെയ്യും. ദെൻ ലൂസനിങ് ഓഫ് ദി സോയിൽ ഹെൽപ്സ് ഇൻ എയറേഷൻ ആൻഡ് എൻട്രി ഓഫ് റൂട്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ സോയിലിൻ്റെ ആ ഒരു എന്താണ്, സോയിൽ ഇങ്ങനെ ക്ലട്ടേർഡ് ആയിട്ട് കിടക്കാണ്ട് അതൊന്ന് ലൂസൺ ആവും. സോ അതുവഴി എയറേഷൻ നന്നായിട്ട്, എയർ പാസേജ് നന്നായിട്ട് നടക്കും. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റൂട്ട്സിൻ്റെ എൻട്രിയും കൂടുതൽ ഇഫക്റ്റീവായിട്ട് നടക്കും. The decomposers break down complex organic matter into inorganic substances like carbon dioxide, water and nutrients called decomposition. അപ്പോൾ ഈ ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആക്കി മാറ്റും. ലൈക്ക് എന്താണ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ്. സോ ഈ പ്രോസസ്സിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡെഡ് പ്ലാന്റ് റിമെയിൻസ് സച്ച് as leaves, bark, flowers and dead remains of animals including fecal matter constitute the detritus. അപ്പോൾ ഇവിടെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന എല്ലാ ഡെഡ് പ്ലാന്റ് ആയിട്ടുള്ള എല്ലാ ഡെഡ് മാറ്റേഴ്സും, ലൈക്ക് നമ്മളെ പ്ലാന്റിൻ്റെയൊക്കെ ഇലകളും തൊലി, ഫ്ലവേഴ്സ്, അതുപോലെ അതിന് ആ ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന ആനിമൽസിൻ്റെ ഡെഡ് റിമെയിൻസ്, അവരുടെ എന്താണ് ഫീക്കൽ മാറ്റേഴ്സ് അല്ലേ, അതെല്ലാം കൺസിഡർ ചെയ്യുന്നതിന് അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് ഡെട്രൈറ്റസ് എന്നാണ് പറയുന്നത്. ആ ടേം എന്ന് പറയുന്നത് ഡെട്രൈറ്റസ് ആണ്. ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ കംപ്ലീറ്റഡ് ഇൻ ഫോളോയിങ് സ്റ്റെപ്സ്. ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത് എത്രയൊക്കെ പ്രോസസ്സിലാണ്? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഡീകമ്പോസിഷൻ കംപ്ലീഷൻ ആകുന്നത്. സോ ആദ്യത്തേത് ഫ്രാഗ്മെന്റേഷൻ നോക്കാം. ഫ്രാഗ്മെന്റേഷനിൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് ഡിട്രൈറ്റസ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ബൈ ഡെട്രിവോർ. നമ്മൾ ഈ ഡെട്രിവോർസ് എന്ന് പറയുന്നത് ഡിട്രൈറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആൾക്കാരാണ് ഡെട്രിവോർസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എർത്ത് വേം. അപ്പോൾ ആ ഡെട്രൈറ്റസിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്, ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തത് ലീച്ചിങ് ആണ്. വാട്ടർ സോല്യൂബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ ഇൻ ടു ദ സോയിൽ ഹൊറൈസൺ ആൻഡ് ഗെറ്റ് precipitate ആസ് അൺഅവൈലബിൾ സോൾട്ട്സ്. ഈ ഒരു പ്രോസസ്സാണ് ലീച്ചിങ്. ലീച്ചിങ്ങിൽ പറയുന്നത് എന്താണ്? വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസ് സോയിൽ ഹൊറൈസണിൻ്റെ താഴോട്ട് പോകുന്നു. അവിടുന്ന് പിന്നെ അത് precipitate ചെയ്ത് അൺഅവൈലബിൾ സോൾട്ട്സ് ഫോമിൽ വരുന്നു. ദെൻ മൂന്നാമത്തെ പ്രോസസ്സ് പറയുന്നത് കാറ്റബോളിസം ആണ്. കാറ്റബോളിസത്തിൽ എന്തായിരിക്കും? ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡീഗ്രേഡ് ഡിട്രൈറ്റസ് ഇൻ ടു സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പോൾ കാറ്റബോളിസത്തിൽ വരുന്നത് ബ്രേക്ക് ഡൗൺ ആണ് ബൈ ആരൊക്കെ? ഫംഗസും ബാക്ടീരിയലിൻ്റെയൊക്കെ എൻസൈംസിലൂടെ ഡീഗ്രഡേഷൻ നടക്കും. എന്തിന്? ഡിട്രൈസിന് ഡീഗ്രഡേഷൻ നടക്കും. അങ്ങനെ അവിടെ നിന്ന് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഫോം ചെയ്യും. ദെൻ നാലാമത്തേത് ഹ്യൂമിഫിക്കേഷൻ. എന്താണ്? അക്യുമുലേഷൻ ഓഫ് ഡാർക്ക് കളേർഡ് അമോർഫസ് സബ്സ്റ്റൻസ് കോൾഡ് ഹ്യൂമസ്. പ്രത്യേകിച്ച് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഒന്നും ആയിരിക്കത്തില്ല അല്ലേ, ഇവർക്കൊരു അമോർഫസ് എന്താണ് രീതിയിലായിരിക്കും, നമ്മൾ ഈ കരിക്കട്ട എന്നൊക്കെ പറയുന്നത്. സോ ഇതിൻ്റെ കളറ് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള അമോർഫസ് സബ്സ്റ്റൻസസിൻ്റെ അക്യുമുലേഷനാണ് ഹ്യൂമിഫിക്കേഷൻ. സോ ഇത്രയും പ്രോസസ്സാണ് നടക്കുന്നത്. ഇനി മിനറലൈസേഷൻ കൂടി നോക്കുക. ദ ഹ്യൂമസ് ഈസ് ഫർദർ ഡീഗ്രേഡഡ് ബൈ സം മൈക്രോബ്സ് ആൻഡ് റിലീസ് ഓഫ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഓക്കർ. അതിൽ മിനറലൈസേഷൻ എന്നുള്ള പറയുന്ന പ്രോസസ്സിൽ വരുന്നത് ഹ്യൂമസ്, ഇപ്പോൾ ഉണ്ടായ ഹ്യൂമസിന് പിന്നെയും ചില മൈക്രോബ്സ് ഡീഗ്രേഡ് ചെയ്തിട്ട് അതിനെ പിന്നെയും എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആൻഡ് റിലീസ് ഓഫ് ഇനോർഗാനിക് ന്യൂട്രിയൻസ്, അതിൽ നിന്ന് ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യും. സോ ഇതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ മെയിൻലി നമ്മുടെ ഡീകമ്പോസിഷൻ പ്രോസസ്സ് ഇതൊക്കെയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഹ്യൂമസ് പറഞ്ഞല്ലോ, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള സോയിൽ. അപ്പോൾ ഈ ഹ്യൂമസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്ന്, ഹൈലി റെസിസ്റ്റൻസ് ടു മൈക്രോബിയൽ ആക്ഷൻ. രണ്ടാമത്തേത്, അണ്ടർഗോ ഡീകമ്പോസിഷൻ അറ്റ് ആൻ എക്സ്ട്രീംലി സ്ലോ റേറ്റ്. മൂന്ന്, ബീയിങ് കൊളോയിഡൽ ഇൻ നേച്ചർ, ഇറ്റ് സെർവ്സ് ആസ് റിസർവോയർ ഫോർ ന്യൂട്രിയൻസ്. ഇനി ഡീകമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന്, decomposition is largely an oxygen requiring process.
ഓക്സിജൻ വേണ്ട പ്രോസസ്സാണ്. 2 ഡിട്രൈറ്റസ് റിച്ച് ഇൻ കൈറ്റിൻ ആൻഡ് ലിഗ്നിൻ ഹാസ് സ്ലോ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ. കൈറ്റിൻ എന്ന് പറയുന്നത് ഫംഗസിന്റെ സെൽ വോളിൽ കാണുന്നവരാണ്. ലിഗ്നിൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഡെപ്പോസിറ്റ്സിലൊക്കെ കാണും. അപ്പോൾ ഇവര് ഇങ്ങനെയുള്ള കണ്ടന്റ് കിടക്കുമ്പോൾ എന്തായിരിക്കും, ഡിട്രൈറ്റസിന്റെ ഡീകമ്പോസിഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കത്തുള്ളൂ. പിന്നെ ഡിട്രൈറ്റസ് റിച്ച് ഇൻ നൈട്രജൻ ആൻഡ് വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗർ ഹാസ് ഫാസ്റ്റർ ഡീകമ്പോസിഷൻ. നൈട്രജനോ അല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസസോ ഉള്ളപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലൈമാറ്റിക് ഫാക്ടർ ദാറ്റ് റെഗുലേറ്റ് ഡീകമ്പോസിഷൻ. എങ്ങനെയായിരിക്കും, വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെന്റ് ഫേവർ ഡീകമ്പോസിഷൻ. ഒരു വാം ആയിട്ടുള്ള ടെമ്പറേച്ചർ, അതുപോലെ വാം ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതുപോലെ മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒക്കെയാണ് ഡീകമ്പോസിഷന് ഇൻക്രീസ് ചെയ്യുന്നത്, ഫേവർ ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചർ, ഡ്രൈനെസ്, അനേറോബയോസിസ്, അതായത് അബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് അനേറോബയോസിസ്. ഇതൊക്കെയാണെങ്കിൽ ഡീകമ്പോസിഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി എനർജി ഫ്ലോ ഇൻ ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിൽ എനർജി ഫ്രം പ്രൈമറി ട്രോഫിക് ലെവൽ ടു ലാസ്റ്റ് ട്രോഫിക് ലെവൽ വരെ എനർജി ഫ്ലോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതിനെപ്പറ്റി നോക്കാം. എക്സെപ്റ്റ് ഫോർ ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം, സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ഇക്കോസിസ്റ്റംസ് ഓൺ എർത്ത്. കടലിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഇക്കോസിസ്റ്റം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഈ ലോകത്തിലെ എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഒരേ ഒരു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ്. ലെസ് ദാൻ 50% ഓഫ് ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ ഈസ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻസ്. ഈ ടേം ഒന്ന് നോക്കുക, ജസ്റ്റ് PAR എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ് PAR. അതായത് സോളാർ റേഡിയേഷനിൽ നിന്ന് വീഴുന്ന 50% റേഡിയേഷനിലും താഴെയാണ് ഈ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റേഡിയേഷൻ. ദെൻ പ്ലാന്റ്സ് ക്യാപ്ചർ 2 to 10% ഓഫ് PAR ആൻഡ് യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ഇതിൽ പ്ലാന്റ് യൂസ് ചെയ്യുന്നത് 2 മുതൽ 10% വരെയാണ്. ഓൾ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ഓൺ ദി പ്രൊഡ്യൂസേഴ്സ് ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. എനർജി ഫ്ലോ ഇൻ ദി ഇക്കോസിസ്റ്റം ഈസ് യൂണിഡയറക്ഷണൽ, ദാറ്റ് ഈസ് എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലോട്ടാണ് പോകുന്നത്. യൂണിഡയറക്ഷണൽ ആണ് എനർജി ഫ്ലോ. എനർജി ട്രാൻസ്ഫർ ഈസ് നോട്ട് അബ്സല്യൂട്ട് and spontaneous. Unless energy is degraded, it cannot be transferred. When energy transferred from one trophic level to another, lot of energy lost in the form of heat to the environment. അതായത് എത്ര എനർജിയാണ് ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും ട്രോഫിക് ലെവലിൽ ഉണ്ടാകുന്നത്, അത് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് അത്രയും അതേ വാല്യൂവിൽ തന്നെ അടുത്തടുത്ത ട്രോഫിക് ലെവലിലോട്ട് പോകുന്നില്ല. കുറച്ച് എനർജി എന്തായിട്ടും നഷ്ടപ്പെടാണ്, ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടിട്ടാണ് ബാക്കിയാണ് പോകുന്നത്. സോ ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അതർ. ഓരോ ട്രോഫിക് ലെവൽസിലോട്ടും പോകുന്നത് 10% ആണ്, 10% എനർജിയാണ് പോകുന്നത്. ഇനി ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കാം. ഭക്ഷ്യശൃംഖല അറിയായിരിക്കും. നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ GFC എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്താണ്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ത്രൂ ഹെർബിവോർ ടു കാർണിവോർസ്. നമ്മളെ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഈ മേയുന്ന ആൾക്കാർ വരുന്നത്, അതായത് പ്രൊഡ്യൂസർ പ്ലാന്റ്സ്, അത് കഴിഞ്ഞിട്ട് ഹെർബിവോർ, പിന്നെ അവരെ ഭക്ഷിക്കുന്ന കാർണിവോർസ്, ഇങ്ങനെ പോകുന്നതാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ DFC എന്ന് പറയുന്നത് ബിഗിൻസ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന്, അതായത് ഡിട്രൈറ്റസ് പാർട്ടിക്കിൾസിൽ നിന്ന് എങ്ങോട്ട് പോകും? ആൻഡ് പാസ് ത്രൂ ഡിട്രൈറ്റസ് ഫീഡിംഗ് ഓർഗാനിസം ഇൻ സോയിൽ ടു ഓർഗാനിസംസ് ഫീഡിംഗ് ഓൺ ഡിട്രൈറ്റസ് ഫീഡേഴ്സ്. സോ ഡീകമ്പോസിഷൻ വഴി അങ്ങനെ പോകുന്ന ഫുഡ് ചെയിൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയും. ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം GFC ഈസ് ദ മേജർ കൺഡ്യൂട്ട്സ് ഫോർ എനർജി ഫ്ലോ. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ GFC ആണ് മേജറായിട്ട് എനർജി ഫ്ലോ നടത്തുന്നവർ. അടുത്ത പോയിന്റ്, ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ GFC ഈസ് ദ മേജർ കൺഡ്യൂട്ട് ഫോർ എനർജി ഫ്ലോ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് ഏറ്റവും മേജറായിട്ട് നടക്കുന്ന എനർജി ഫ്ലോ പാത്വേ എന്ന് പറയുന്നത്. ഇൻ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റംസ് എ മച്ച് ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോസ് ത്രൂ ദ ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ ദാൻ ത്രൂ GFC. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ DFC ആണ് കൂടുതലായിട്ട് എനർജി ഫ്ലോ നടത്തുന്നത് കമ്പയർഡ് ടു GFC. അടുത്ത, ഡിഫറെൻറ്റ് ഫുഡ് ചെയിൻസ് ആർ naturally interconnected. Example, specific herbivores of one food chain may serve as a food of carnivores of other food chains. Such interconnected matrix of food chains is called food web. Food web എന്ന് പറയുമ്പോൾ ഒരു ഫുഡിനെ കൺസ്യൂം ചെയ്യുന്നതായിട്ട് ഒരേ ഒരു സ്പീഷീസ് തന്നെ ആയിരിക്കത്തില്ലല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് കൺസ്യൂം ചെയ്യും. സോ ഇങ്ങനെ വരുന്ന ആ ഒരു ഇൻ്റർ കണക്ഷൻസ് ആണ് ഫുഡ് വെബ്. ഇങ്ങനെ കുറേ ഇൻ്റർ കണക്ഷൻസ് ചേരുമ്പോഴാണ് ഫുഡ് വെബ്സ് ഉണ്ടാവുന്നത്. ഇനി ട്രോഫിക് ലെവൽ എല്ലാവർക്കും അറിയാം, പ്രൈമറി ട്രോഫിക് ലെവൽ, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ഓരോ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സൈസ് ഹാവിംഗ് സെയിം സോഴ്സ് ഓഫ് എനർജി ഓർ സിമിലർ ഫുഡ് ഹാബിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ
ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് അവരുടെ സൈസ് ഒന്നും നോക്കാതെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. പിന്നെ അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ എനർജി സോഴ്സ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സിമിലർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് എ സർട്ടൻ മാസ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം കോൾഡ് ആസ് ദ സ്റ്റാൻഡിംഗ് ക്രോപ്പ്. ഓരോ ട്രോഫിക് ലെവലിലും ഒരു പെർട്ടിക്കുലർ ടൈം വരെ എന്താണ് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ലിവിങ് മെറ്റീരിയൽ ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഈസ് മെഷേർഡ് ആസ് ദി മാസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓർ ദി നമ്പർ ഇൻ എ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള എന്താണ് മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിന്റെ നമ്പർ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ്, അങ്ങനെ അതിനെ കണക്കാക്കിയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ക്രോപ്പ് കണക്കാക്കുന്നത്. The number of trophic levels in a food chain is restricted by 10% flow of energy, less amount of energy available to the last trophic level. നമ്മൾ 10%ന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്കിതിൽ നോക്കാനുള്ളത് ഇക്കോളജിക്കൽ പിരമിഡ് ആണ് നോക്കാനുള്ളത്. The base of the pyramid is broad and it narrows down at the apex. ഒരു പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ, കുറേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, പിന്നെ അതിൽ താഴെ പ്രൈമറി ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, എന്നിട്ട് അവരെ ഭക്ഷണമാക്കുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ടാവും, പിന്നെ അവരെ ഭക്ഷണമാക്കുന്ന ടെർഷറി ആൾക്കാരുണ്ടാവും, പിന്നെ ഏറ്റവും മുകളിലായിട്ട് എന്താണ് കോട്ടനറിയോ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സോ അങ്ങനെയായിരിക്കും മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളെ നോർമലി ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ട്രയാങ്കിൾ ഷേപ്പിലാണ് അതിൻ്റെ എന്താണ് ഒരു പിക്ചർ വരുന്നത്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രോഡ് ആയിരിക്കും, മുകളിലോട്ട് പോകുന്നതോറും അപ്പെക്സിലോട്ട് പോകുന്നതോറും നാരോ ആയിക്കൊണ്ടിരിക്കും. ദ സിമിലർ ഷേപ്പ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ഫുഡ് ഓർ എനർജി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് അറ്റ് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ. ദ റിലേഷൻഷിപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ, എനർജി ഓർ ബയോമാസ്. ഒരു പല ട്രോഫിക് ലെവൽസിലുള്ള ഓർഗാനിസംസിനെ അവരുടെ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ എനർജി ഫ്ലോയിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ബയോമാസിനെ വെച്ചിട്ടോ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ ഇക്കോളജിക്കൽ പിരമിഡ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. The base of the pyramid represented by producer and apex is the top consumer. ബേസിൽ ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഏറ്റവും അപ്പെക്സിൽ മുകളിലായിട്ട് വരുന്നത് ടോപ്പ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ്, ലാസ്റ്റത്തെ കൺസ്യൂമർ ആയിരിക്കും വരുന്നത്. അതർ ട്രോഫിക് ലെവൽസ് ആർ ഇൻ ബിറ്റ്വീൻ. പിന്നെ ഇതിനിടയ്ക്കുള്ളവരൊക്കെ എന്തായിരിക്കും? ഓരോരോ ഘട്ടങ്ങളായിട്ട് പോകുന്നവർ. പ്രൈമറി ആൾക്കാരെ കഴിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഇങ്ങനെയുള്ളവരായിരിക്കും ഇടയിൽ വരുന്നത്. ഇൻ മോസ്റ്റ് ഇക്കോസിസ്റ്റംസ് all the pyramids of number of energy and biomass are upright. അപ്പോൾ മിക്കവാറും ഇക്കോസിസ്റ്റത്തിൽ ഇവരെല്ലാവരും എങ്ങനെയായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. പിന്നെ ചില എക്സാമ്പിൾസ്, ചില എക്സെപ്ഷൻസ് നോക്കുക. ദ പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ട്രീ ഇക്കോസിസ്റ്റം ഈസ് ഇൻവേർട്ടഡ്. ഒരു ട്രീ ഇക്കോസിസ്റ്റത്തിൻ്റെ അവരുടെ പിരമിഡ് ഓഫ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ട്രീ, നമ്മുടെ ബേസിക് ആയിട്ട് വരുന്നത് ഒറ്റ ട്രീ ആണ്, പക്ഷേ ആ ട്രീ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എങ്കിലും, അതായത് അവിടുത്തെ പ്രൊഡ്യൂസർ ഒന്നെന്നാണെങ്കിലും അതിനകത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്ന ബേർഡ്സോ അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ അതിൽ എന്നുവെച്ചാൽ ആ ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും അല്ലേ. സോ നമ്മുടെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു വരും. സോ താഴെ പ്രൈമറി ആയിട്ടുള്ള ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഒരു ട്രീയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്താണ് നാരോ ആയിട്ട് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും കൂടി വരും, അവൻ്റെ വിഡ്ത്ത് കൂടി വരും. ദാറ്റ് മീൻസ് എന്താണ്? പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ട്രീ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ്. ദ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഓൾസോ ഇൻവേർട്ടഡ് ബിക്കോസ് ദ ബയോമാസ് ഓഫ് ഫിഷസ് ഈസ് ഫാർ എക്സീഡ്സ് ദാറ്റ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ. അതുപോലെ സീയില് പിരമിഡ് ഓഫ് ബയോമാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ഇത് ഇൻവേർട്ട് ആവത്തില്ല ബിക്കോസ് വെൻ എനർജി ഫ്ലോസ് ഫ്രം എ പെർട്ടിക്കുലർ ട്രോഫിക് ലെവൽ ടു ദി നെക്സ്റ്റ് സം എനർജി ഈസ് ഓൾവേസ് ലോസ്റ്റ് എസ് ഹീറ്റ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുന്തോറും എനർജി, കുറച്ച് ഫോം ഓഫ് എനർജി എന്താവാണ്? ഹീറ്റായിട്ട് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും താഴത്തെ ബേസ് എന്ന് പറയുന്നത്, ആ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രോഡും മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ് നാരോ ആയിട്ടും പോവും, അപ്പെക്സ് നാരോ ആയിട്ടും പോവും. സോ എപ്പോഴും പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫിഗേഴ്സ് കാണിച്ചു തരാം, ഒന്നുകൂടെ മനസ്സിലാവും.
സി ഇതിപ്പോൾ ദ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. ഓൺലി 3 ടോപ്പ് കാർണിവേഴ്സ് ആർ സപ്പോർട്ടഡ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് നിയർലി 6 മില്യൺ പ്ലാന്റ്സ്. അടുത്ത് കാണിച്ചിരിക്കുന്ന പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ഷോസ് എ ഷാർപ്പ് ഡിക്രീസ് ഇൻ ബയോമാസ് അറ്റ് ഹയർ ട്രോഫിക് ലെവൽസ്. അടുത്ത ഫിഗർ വരുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. സ്മോൾ സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ സപ്പോർട്ട്സ് എ ലാർജ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഓഫ് സൂ പ്ലാങ്ക്ടൺ. ഇത് പിരമിഡ് ഓഫ് എനർജി, an ideal pyramid of energy. സോ ഇതൊക്കെയാണ് നമ്മുടെ പിരമിഡ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സിനകത്ത് വരുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ് നോക്കാം. എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ബിലോങ്ങിങ് ടു 2 or more trophic levels. It assumes a simple food chain. It never exists in nature. It does not accommodate food web. Saprophytes are not given place in ecological pyramids. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇക്കോളജിക്കൽ പിരമിഡ്സും പിന്നെ സക്സഷൻ സിലബസിൽ വരാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാണ്, ബട്ട് സിലബസിൽ പറയുന്നില്ലെങ്കിൽ ഈ ഭാഗം നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇക്കോളജിക്കൽ സക്സഷൻ കൂടി നോക്കാം. ദ ഗ്രാജുവൽ ആൻഡ് ഫെയർലി പ്രഡിക്റ്റബിൾ ചേഞ്ച് ഇൻ ദി സ്പീഷീസ് കമ്പോസിഷൻ ഓഫ് എ ഗിവൺ ഏരിയ ഈസ് കോൾഡ് ഇക്കോളജിക്കൽ സക്സഷൻ. ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുമ്പോൾ ഒരു ഏരിയ എടുക്കുമ്പോൾ അവിടെ ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പീഷീസ് കമ്പോസിഷൻ ചേഞ്ചസിനെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി കമ്മ്യൂണിറ്റി കോൺസ്റ്റന്റ്ലി ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് ഒരു ഏരിയയിലുള്ള സ്പീഷീസ് കമ്പോസിഷനും സ്ട്രക്ചറും ഒക്കെ മാറും. This change is orderly and sequential, parallel with the changes in the physical environment. All the changes lead finally to a community that is in near equilibrium with the environment, and that is called a climax community. ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടായി അവസാനം എന്ത് പറ്റും? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, അതായത് എത്ര ഫിസിക്കൽ കണ്ടീഷൻസ് മാറിയാലും ഓക്കെ അതിൽ അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരും. സോ അങ്ങനെ ഫൈനലായിട്ട് കിട്ടുന്ന കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഡ്യൂറിങ് സക്സഷൻ സം സ്പീഷീസ് കോളനൈസ് ആൻ ഏരിയ and their populations become more numerous, whereas populations of other species decline and even ഡിസപ്പിയർ. ചില ആൾക്കാർ സർവൈവ് ചെയ്ത് അവരുടെ പോപ്പുലേഷൻ വരും, ചില ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുകയോ കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അവർ അപ്രത്യക്ഷമാവുകയോ ചെയ്യും. ദ എൻറ്റയർ സീക്വൻസസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് സക്സസീവ്ലി ചേഞ്ച് ഇൻ എ ഗിവൺ ഏരിയ ആർ കോൾഡ് സിയർ. അപ്പോൾ ഇങ്ങനെ ഇതിൽ വരുന്ന എൻറ്റയർ സീക്വൻസസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീസിൻ്റെ എൻറ്റയർ സീക്വൻസ് അതിനെ നമ്മൾ പറയുന്നത് ഈ ഒരു ചേഞ്ചിന് ചേഞ്ചസിൽ വരുന്ന ഒരു ഗിവൺ ഏരിയയിൽ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് സിയാർ എന്ന് പറയും. ദെൻ ദ ഇൻഡിവിജ്വൽ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റീസ് ആർ ടേംഡ് എസ് സിറാൽ സ്റ്റേജസ്. അതിൽ ഇൻഡിവിജ്വൽ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റീസിനെ നമ്മൾ സിറാൽ സ്റ്റേജസ് എന്ന് പറയും. ഇൻ ദി സക്സസീവ് സിറാൽ സ്റ്റേജസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് ടോട്ടൽ ബയോമാസ്. ഇതിൽ നമുക്കിനി നോക്കാനുള്ളത് പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും നോക്കാം. പ്രൈമറി എന്ന് പറയുമ്പോൾ സക്സഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് വെയർ നോ ലിവിങ് ഓർഗാനിസംസ് ആർ ദെയർ. ദീസ് കുഡ് ബി ഏരിയാസ് വെയർ നോ ലിവിങ് ഓർഗാനിസംസ് എവർ എക്സിസ്റ്റഡ്, മേ ബി എ ബാർക്ക്, റോക്ക് ഓർ ന്യൂ വാട്ടർ ബോഡി. പുതിയൊരു ജലാശയമോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു പാറയോ അതിലൊക്കെ ഒരു തരത്തിലുള്ള പ്രീ ഓർഗാനിസംസ് അവിടെ ഇല്ല. അതിൽ നിന്ന് പുതുതായിട്ട് വരുന്ന ഫ്രഷ് ആയിട്ട് വരുന്ന സക്സഷനാണ് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി സക്സഷൻ എന്താണ്? സക്സഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് ഇൻ ഏരിയാസ് ദാറ്റ് സംഹൗ ലോസ്റ്റ് ഓൾ ദി ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ് ദെയർ. എപ്പോഴൊക്കെയോ അവിടെ ചില കമ്മ്യൂണിറ്റീസൊക്കെ സ്പീഷീസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തു നിന്ന് ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം പിന്നെ അവിടെ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, പുതിയ സ്പീഷീസ് ഒക്കെ ഉണ്ടാവുന്നു. സോ അങ്ങനെ സക്സഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെക്കൻഡറി സക്സഷൻ എന്ന് പറയും. ഇനി പ്രൈമറി സക്സഷൻ എവിടെയൊക്കെ നടക്കും? ന്യൂലി കൂൾഡ് ലാവ, ബെയർ റോക്ക്, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് ഓർ റിസർവോയർ. സെക്കൻഡറി സക്സഷൻ ബിഗിൻസ് ഇൻ ഏരിയാസ് വെയർ നാച്ചുറൽ ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ഹാവ് ബീൻ ഡിസ്ട്രോയ്ഡ്, സച്ച് as in abandoned farmlands, burned or cut forest, land that have been flooded. Since some soil or sediment is present, secondary succession is faster than primary succession. പ്രൈമറിനേക്കാളും സെക്കൻഡറി ആണ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്.
പ്ലാന്റ്സിലെ സക്സഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഹാബിറ്റാറ്റ്, വെദർ ഇറ്റ് ഈസ് വാട്ടർ ഓർ ഇറ്റ് ഓൺ വെരി ഡ്രൈ ഏരിയ, സക്സഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് കോൾഡ് ഹൈഡ്രാർക്ക് ഓർ ജെറാർക്ക്. വാട്ടർ എന്താണ് അവരുടെ ഹാബിറ്റാറ്റ് അനുസരിച്ചിട്ട്, പ്ലാന്റ്സിന്റെ ഹാബിറ്റാറ്റ് വാട്ടർ ഹാബിറ്റാറ്റ് ആണെങ്കിൽ അവിടെ നടക്കുന്ന സക്സഷന് ഹൈഡ്രാർക്ക് സക്സഷൻ എന്നും, ഡ്രൈ ഏരിയാസിൽ നടക്കുന്ന സക്സഷനെ ജെറാർക്ക് സക്സഷൻ എന്നും പറയും. ഹൈഡ്രാർക്ക് സക്സഷൻ ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ ഏരിയാസ് ആൻഡ് ദി സക്സഷണൽ സീരീസ് പ്രോഗ്രസ് ഫ്രം ഹൈഡ്രിക് ടു മീസിക് condition. Xerarch succession takes place in dry areas and the series progress from xeric to mesic conditions. Both hydrarch and xerarch successions lead to medium water conditions. Medium water condition ആണ് mesic. Neither too dry ആയിട്ടുള്ള condition xeric nor too wet, ഭയങ്കരമായിട്ട് വെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഹൈഡ്രിക് എന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് ഹൈഡ്രാർക്കിലായാലും xerarch സക്സഷനിലായാലും എന്താണ് ലെഡ് ടു മീഡിയം വാട്ടർ കണ്ടീഷൻസ്. മീഡിയം വാട്ടർ അതായത് അത്രയും ഡ്രൈയും അല്ല അത്രയും വാട്ടറിയും അല്ലാത്ത ഒരു കണ്ടീഷനിലോട്ടായിരിക്കും ഇവർ ലീഡ് ചെയ്യുന്നത്. അടുത്ത് പറയാനുള്ളത് ജെറാർക്ക് സക്സഷൻ. നമ്മൾ ഈ ജെറാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സക്സഷൻ ഇൻ എ ബെയർ റോക്ക്, ഒരു ബെയർ ആയിട്ടുള്ള ഒരു റോക്കിൽ നടക്കുന്ന സക്സഷൻ, ജെറാർക്ക് സക്സഷനെ പറ്റി പറയുന്നുണ്ട്. ദ സ്പീഷീസ് ദാറ്റ് ഇൻവേഡ്സ് ബെയർ ഏരിയ ആർ കോൾഡ് പയനിയർ സ്പീഷീസ്. ഈ ഒരു ബെയർ ഏരിയയിൽ ഒന്നുമില്ലാത്ത ഏരിയയിൽ ആദ്യമായിട്ട് വരുന്ന സ്പീഷീസിനെ പറയുന്നത് പയനിയർ സ്പീഷീസ് എന്നാണ്. ഇൻ പ്രൈമറി സക്സഷൻ ഓൺ ബെയർ റോക്ക് ദ പയനിയർ സ്പീഷീസ് ഈസ് ദി ലൈക്കൺ. ഒരു ഒന്നുമില്ലാത്ത ഒരു പാറയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ പയനിയർ സ്പീഷീസ് എന്ന് പറയുന്നത് ലൈക്കൺ ആയിരിക്കും. ലൈക്കൺ സെക്രീറ്റ്സ് ആസിഡ് ടു ഡിസോൾവ് റോക്ക്, ഹെൽപ്പിംഗ് ഇൻ വെതറിംഗ് ആൻഡ് സോയിൽ ഫോർമേഷൻ. ലൈക്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സിംബയോട്ടിക് അസോസിയേഷൻ അല്ലേ. സോ അവരിൽ നിന്ന് എന്ത് പറ്റും, ചില എൻസൈംസ് സെക്രീറ്റ് ആവും. സോ അതിൻ്റെ ഫലമായിട്ട് റോക്കിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവിടെ പയ്യെ മണ്ണിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. ദ ലിറ്റിൽ സോയിൽ ലീഡ്സ് ടു ഗ്രോത്ത് ഓഫ് ബ്രയോഫൈറ്റ്സ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ മോസസ് അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കും. മോസസ് സ്പീഡ് അപ്പ് ദി പ്രോസസ് ഓഫ് സോയിൽ അക്യുമുലേഷൻ ബൈ ട്രാപ്പിംഗ് വിൻഡ് ബ്ലോൺ പാർട്ടിക്കിൾസ്. Lichen moss carpet provides suitable substratum for the germination of seeds of herbaceous plants. സോ ആദ്യം ലൈക്കൺ വന്നു, അതിനുശേഷം മോസസ് വന്നു, പിന്നീട് അവിടെ എന്ത് ചെയ്യാണ്, ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ വരെയാണ്. ഗ്രാജുവലി മോർ സോയിൽ ഈസ് അക്യുമുലേറ്റഡ് ആൻഡ് ഹെർബേഷ്യസ് സ്പീഷീസ് മേക്ക് വേ ഫോർ ദി ഇൻവേഷൻ ഓഫ് shrubs ഫോളോഡ് ബൈ ദി ട്രീസ്. അങ്ങനെ പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറ്റിച്ചെടികൾ വരും, പിന്നെ ട്രീസ് വരും. ദ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഈസ് ജനറലി ഡോമിനേറ്റഡ് ബൈ ജെറാർക്ക്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ട്രീസും, ഇവിടുത്തെ പയനിയർ കമ്മ്യൂണിറ്റീസ് ആരായിരിക്കും, ലൈക്കണും ആയിരിക്കും നമ്മളൊരു ബെയർ റോക്കിൽ എടുക്കുമ്പോൾ. ഇനി ഹൈഡ്രാർക്ക് സക്സഷൻ ഇൻ അക്വാട്ടിക് എൻവിറോൺമെന്റ് നോക്കാം. അക്വാട്ടിക്കിലാണെങ്കിൽ ഇൻ പ്രൈമറി സക്സഷൻ ഇൻ വാട്ടർ ദ പൈനിയർ സ്പീഷീസ് ആർ ഫൈറ്റോ പ്ലാങ്ക്ടൺ. അക്വാട്ടിക്കിൽ ആദ്യത്തെ സ്പീഷീസ് പൈനിയർ സ്പീഷീസ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആയിരിക്കും. പിന്നെ എന്താ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, ദെൻ സൂപ്ലാങ്ക്ടൺസ്, അടുത്ത് സബ്മർജ്ഡ് പ്ലാന്റ് സ്റ്റേജ് വരും, അതായത് റൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റ്സ്, ദെൻ സബ്മർജ്ഡ് ആൻഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വരും, ദെൻ റീഡ് സ്വാം സ്റ്റേജസ് വരും, മാർഷ് മെഡോ സ്റ്റേജ് വരും, ഷ്രബ് സ്റ്റേജ് വരും, അവിടെയും ട്രീസ് വരും. സോ ദ ക്ലൈമാക്സ് അഗെയിൻ വുഡ് ബി ദ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ലാസ്റ്റ് ക്ലൈമാക്സ് സ്പീഷീസ് എന്ന് പറയുന്നത് ട്രീസ്, ഫോറസ്റ്റ് ആയിരിക്കും. ഓൾ ദി സക്സഷൻ വെദർ ടേക്കിംഗ് പ്ലേസ് ഇൻ വാട്ടർ ഓർ ഓൺ ലാൻഡ് പ്രൊസീഡ്സ് ടു എ സിമിലർ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ദ മീസിക്. ഇനി സൈക്കിൾസ് നോക്കാം. നമ്മുടെ ന്യൂട്രിയൻ സൈക്ലിംഗ്, കാർബൺ സൈക്കിൾ, എന്താണ് ഫോസ്ഫറസ് സൈക്കിൾ കേട്ടില്ലേ. സോ അത് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ന്യൂട്രിയൻ സൈക്ലിംഗ്, ഓർഗാനിസം നീഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോ, റീപ്രൊഡ്യൂസ് ആൻഡ് റെഗുലേറ്റ്. എല്ലാ ഫംഗ്ഷൻസിനും ന്യൂട്രിയൻസ് ആവശ്യമാണ് അല്ലേ. പിന്നെ നമ്മളെ ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ദ മൂവ്മെന്റ് ഓഫ് ന്യൂട്രിയൻ്റ് എലമെന്റ്സ് സച്ച് ത്രൂ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഈസ് കോൾഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. അനദർ നെയിം ഓഫ് ന്യൂട്രിയൻ സൈക്ലിംഗ് ഈസ് ബയോജിയോകെമിക്കൽ സൈക്കിൾ. ന്യൂട്രിയൻ സൈക്കിൾസ് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഗേഷ്യസും രണ്ട് സെഡിമെന്ററി സൈക്കിളും. The reservoir for gaseous type of nutrient cycle exists in the atmosphere. The reservoir of sedimentary cycle is Earth's crust. അപ്പം gaseous സൈക്കിളിൽ വരുന്നത് നൈട്രജൻ സൈക്കിളും കാർബൺ സൈക്കിളും ആണ്. സെഡിമെന്ററി സൈക്കിളിൽ വരുന്നത് ഏതൊക്കെയാണ്, സൾഫർ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും ആണ്. ഇത് എർത്ത് ക്രസ്റ്റിലാണ് ഇവരുടെ റിസർവോയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ന്യൂട്രിയൻ സൈക്കിളിൽ
നമ്മുടെ ഗേഷ്യസ് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻ സൈക്കിളിലെ റിസർവോയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ, മോയ്സ്ചർ, പി എച്ച്, ടെമ്പറേച്ചർ റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് റിലീസ് ഓഫ് ന്യൂട്രിയൻറ്റ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. ദ ഫംഗ്ഷൻ ഓഫ് ദി റിസർവോയർ ഈസ് ടു മീറ്റ് ദ ഡെഫിസിറ്റ് വിച്ച് occurs ഡ്യൂ ടു ഇംബാലൻസ് ഇൻ ദി റേറ്റ് ഓഫ് ഇൻഫ്ലക്സ് ഓർ ആൻഡ് എഫ്ലക്സ്. ഇക്കോസിസ്റ്റം, കാർബൺ സൈക്കിളിന്റെ ഇക്കോസിസ്റ്റം നോക്കാം. Carbon constitutes 49% of dry weight of organism. Out of total global carbon, 71% carbon found dissolved in ocean, about 1% in the atmosphere. 1% അറ്റ്മോസ്ഫിയറിലും 71% ഓഷനിലുമാണ് ഡിസോൾവ് ചെയ്ത് കിടക്കുന്നത്. 410 കിലോഗ്രാം ഓഫ് കാർബൺ ഈസ് ഫിക്സ്ഡ് ഇൻ ദി ബയോസ്ഫിയർ ബൈ ഫോട്ടോസിന്തസിസ് ആനുവലി. മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഫോട്ടോസിന്തസിസ് വഴിയാണ് നടക്കുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ returned to the atmosphere as carbon dioxide through respiration of producers and consumers. എന്താണ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത് റെസ്പിറേഷൻ വഴിയാണ്. ഡീകമ്പോസേഴ്സും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു വിടുന്നുണ്ട്. സം എമൗണ്ട് ഓഫ് കാർബൺ ഈസ് ലോസ്റ്റ് ടു സെഡിമെന്റ്സ് ആൻഡ് റിമൂവ്ഡ് ഫ്രം സർക്കുലേഷൻ. Burning wood, forest fire, combustion of organic matter, fossil fuel, volcanic activities are additional sources of releasing carbon dioxide to atmosphere. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ കാർബൺ സൈക്ലിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? റാപ്പിഡ് ഡിഫോറസ്റ്റേഷൻ, മാസീവ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ ഫോർ എനർജി ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻക്രീസ്ഡ് ദ റേറ്റ് ഓഫ് റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. സോ കാർബൺ സൈക്കിൾ അത്ര ടഫ് ഒന്നും അല്ല, നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് കിട്ടും. ഇതാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. ഫോട്ടോസിന്തസിസ് വഴി ഇപ്പോൾ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ ഇവരെ ഫുഡാക്കുന്നത് ആരാണ്? ഗ്രേസിങ്, നമ്മുടെ ആനിമൽസ് ഫുഡാക്കുന്നു. ദെൻ അവരിൽ നിന്ന് റെസ്പിറേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നു. പിന്നെ ഫ്യൂവൽസ്, ഈ തടീനെയൊക്കെ കത്തിക്കുമ്പോൾ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകും. പിന്നെ എന്താണ് കമ്പഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് മുകളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഡീകമ്പോസിഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് വാട്ടറിൽ ലയിച്ചു പോകും. സോ അവിടെ നിന്ന് ആ വാട്ടറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ആര് യൂസ് ചെയ്യും? ഫോട്ടോസിന്തസിസ് വഴി പ്ലാങ്ക്ടൺസ് യൂസ് ചെയ്യും. ദെൻ അവിടെ നിന്ന് ഫിഷസ്, പിന്നെ അവരുടെ ഡീക്കേഡ് മെറ്റീരിയൽസ്, അതിൽ നിന്ന് അവരുടെ റെസ്പിറേഷൻ വഴി കുറേ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് എന്താണ് കാൽക്കേരിയസ് സെഡിമെന്റ്സ്, ലൈംസ്റ്റോൺ, ഡോളമൈറ്റ്, ദെൻ കോളിന്റെ കമ്പഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകും. സോ ഇതൊക്കെയാണ് കാർബൺ സൈക്കിളിൽ വരുന്ന എന്താണ് ജസ്റ്റ് ഇങ്ങനെ ന്യൂട്രിയന്റ് കാർബൺ എന്ന് പറയുന്ന ന്യൂട്രിയന്റ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്ലിക്കലി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് കാർബൺ സൈക്കിൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോസ്ഫറസ് സൈക്കിൾ. Phosphorus is a major constituent of biological membranes, nucleic acids and cellular energy transfer system ATP. Animals need phosphorus to make shell, bones and teeth. നമുക്ക് ഷെല്ലും ബോണിനും ടീത്തിനും ഒക്കെ ഫോസ്ഫറസ് വേണം. റിസർവോയർ പൂൾ ഓഫ് ഫോസ്ഫറസ് ഈസ് ദ റോക്ക്. മെയിനായിട്ട് റോക്കിൽ നിന്നാണ് നമുക്ക് ഈ ഫോസ്ഫറസ് കിട്ടുന്നത്. വിച്ച് കണ്ടെയ്ൻ ഫോസ്ഫറസ് ഇൻ ദി ഫോം ഓഫ് ഫോസ്ഫേറ്റ്സ്. ഫോസ്ഫറസ് റോക്കിൽ എന്തായിട്ടായിരിക്കും കാണുന്നത്? ഫോസ്ഫേറ്റിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഡ്യൂറിങ് വെതറിംഗ് ഓഫ് റോക്ക്, സ്മോൾ എമൗണ്ട് ഓഫ് ഫോസ്ഫേറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ സോയിൽ സൊല്യൂഷൻ ആൻഡ് ആർ അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് ഓഫ് ദി പ്ലാന്റ്സ്. ഈ റോക്കിലൊക്കെയാണ് കൂടുതലും ഫോസ്ഫേറ്റിന്റെ റിസർവോയേഴ്സ് എന്ന് പറയുന്നത് റോക്കാണ്. സോ അവർക്ക് വിതറിംഗ് പ്രോസസ്സ്, അവൻ്റെ സോയിൽ ഫോർമേഷനൊക്കെ നടക്കുന്ന സമയത്ത് കുറേ ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? സോയിൽ സൊല്യൂഷനായിട്ട് ഡിസോൾവ് ചെയ്യുന്നു. അതിനെ നമ്മളെ അവരുടെ പ്ലാന്റ്സിന്റെ റൂട്ട് അബ്സോർബ് ചെയ്യുന്നു. ഹെർബിവോർ ആൻഡ് അതർ ആനിമൽസ് ഒബ്റ്റെയിൻ ഓർഗാനിക് ഫോം ഓഫ് ഫോസ്ഫറസ് ഫ്രം പ്ലാന്റ്സ്. The waste product and dead organisms are decomposed by phosphate solubilizing bacteria releasing phosphorus. ഓക്കെ, ഇതാണ് നമ്മൾ ഫോസ്ഫറസ് സൈക്കിളിൽ വരുന്നത്. റോക്ക് മിനറൽസ്, റോക്കിൽ നിന്ന് വിതറിംഗ് പ്രോസസ്സ് വഴി സോയിലുമായിട്ട് ഫോസ്ഫേറ്റ്സ് അലിഞ്ഞു ചേരും. അവിടെ നിന്ന് പിന്നെ എന്താണ് കുറേയൊക്കെ റൺ ഓഫ് ചെയ്ത് പോകും. കുറേയൊക്കെ ആരാണ്? പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂമേഴ്സ് കഴിക്കുന്നു. അവരുടെ ഡിട്രൈറ്റേഴ്സ്, അതുപോലെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡെഡ് മാറ്റേഴ്സിൽ നിന്ന് വരുന്ന ആ ഡിട്രൈറ്റേഴ്സ്, ഇതൊക്കെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അഗെയിൻ ഫോസ്ഫറസ് തിരിച്ച് സോയിലോട്ട് പോകുന്നു. സോ ഇതൊക്കെയാണ് ഫോസ്ഫറസ് സൈക്കിളിൽ വരുന്നത്.
ഹൗ ഫോസ്ഫറസ് സൈക്കിൾ ഡിഫേഴ്സ് ഫ്രം കാർബൺ സൈക്കിൾ, എന്താണ് വ്യത്യാസം? ദർ ഈസ് നോ റെസ്പിറേറ്ററി റിലീസ് ഓഫ് ഫോസ്ഫറസ് ഇൻറ്റു അറ്റ്മോസ്ഫിയർ. ഇവിടെ റെസ്പിറേഷൻ വഴി ഫോസ്ഫറസ് പോകുന്നില്ല. അറ്റ്മോസ്ഫറിക് ഇൻപുട്സ് ഓഫ് ഫോസ്ഫറസ് ത്രൂ റെയിൻഫോൾ ആർ മച്ച് സ്മോളർ. മറ്റടുത്ത് അറ്റ്മോസ്ഫറിക് അറ്റ്മോസ്ഫിയറിൽ നിന്നായിരുന്നു കൂടുതലും എന്തോന്ന് കാർബണിൻ്റെ സൈക്കിൾ മൂവ് ആയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ ഫോസ്ഫറസ് സൈക്കിൾ നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഇൻപുട്ട് വളരെ കുറവാണ്. ഗേഷ്യസ് എക്സ്ചേഞ്ച് ഓഫ് ഫോസ്ഫറസ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് എൻവയോൺമെന്റ് ആർ നെഗ്ലിജിബിൾ. ഇവിടെ ഗേഷ്യസ് ഫോമിലുള്ള എക്സ്ചേഞ്ച് വളരെ കുറവാണ്. ഇക്കോസിസ്റ്റം സർവീസസ് എന്തൊക്കെയാണ്? ദ പ്രോഡക്ട്സ് ഓഫ് ഇക്കോസിസ്റ്റം പ്രോസസ്സസ് ആർ നെയിംഡ് ആസ് ഇക്കോസിസ്റ്റം സർവീസസ്. നമുക്കൊരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ആ ഇക്കോസിസ്റ്റം തരുന്ന സർവീസസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? ഹെൽത്തി ഫോറസ്റ്റ് ഇക്കോസിസ്റ്റംസ് പ്യൂരിഫൈ എയർ ആൻഡ് വാട്ടർ, മിറ്റിഗേറ്റ് ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ്, അല്ലെ വരൾച്ചയും വെള്ളപ്പൊക്കമൊക്കെ തടയും, സൈക്കിൾ ന്യൂട്രിയൻ സൈക്ലിംഗ് കാര്യക്ഷമമായിട്ട് നടത്തും, ജനറേറ്റ്സ് ഫെർട്ടൈൽ സോയിൽ, പ്രൊവൈഡ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്, മെയിൻറ്റെയിൻ ബയോഡൈവേഴ്സിറ്റി, ദെൻ പോളിനേറ്റ് ക്രോപ്സ്, പ്രൊവൈഡ് സ്റ്റോറേജ് സൈറ്റ് ഫോർ കാർബൺ, പ്രൊവൈഡ്സ് ഈസ്തറ്റിക് കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക, ഈ NCERT നന്നായിട്ട് വായിക്കുക, പോയിന്റ്സ് ഒന്നും മിസ്സാവരുത്. NCERT ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റെഫറൻസ്. SCERT നോക്കുന്നവർക്കും കുഴപ്പമില്ല, നോക്കാം.